നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു JP ടോക്സ്. നമ്മുടെ രാജ്യം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു വശത്ത് വെറും വാഗ്ദാനങ്ങളും PR വർക്കുകളും മാത്രം നടത്തുന്ന മോദിയും കൂട്ടരും, മറുവശത്ത് ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ്. അതെ, നമ്മുടെ രാജ്യത്തെ ജെൻസി അഥവാ ഇന്നത്തെ യുവതലമുറയ്ക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാം. മോദി സർക്കാരിൻ്റെ പൊള്ളയായ അവകാശവാദങ്ങൾ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ രാജ്യത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ, ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഇന്നത്തെ യുവത്വം ഉറപ്പിച്ചു പറയുന്നു. ഡൽഹിയിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച 3 ജെൻസി യുവജനങ്ങളുടെ വാക്കുകൾ ഇതിന്റെ വ്യക്തമായ തെളിവാണ്. ഇതുപോലെയുള്ള തകർപ്പൻ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും മറ്റൊരു വീഡിയോകളും കാണിക്കാത്ത സത്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആകാൻ പോലും യോഗ്യനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചോ പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചോ ചോദിച്ചാൽ മറുപടിയില്ല. നമ്മുടെ ജെൻസി യുവാക്കൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടത് വെറും ഡയലോഗുകൾ അല്ല, മറിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ കാര്യവിവരമുള്ള ജനങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള ഒരു നേതാവിനെയാണ്. നമുക്ക് ആദ്യം ഡൽഹിയിലെ ആ പ്രതിഷേധത്തിനിടയിൽ ഒരു യുവാവ് മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. राहुल गांधी भी जनजी की बात कर रहे हैं। हाँ। कोटा में उन्होंने प्रोटेस्ट किया। ठीक। राहुल गांधी से कितनी उम्मीद है? अरे राहुल गांधी से तो इतनी उम्मीद, देखिए राहुल गांधी जो है ना फ्यूचर के एक बढ़िया लीडर हैं। आज से 10 साल पहले क्या थे नहीं थे हम नहीं जानते हैं, लेकिन आज से 5 साल पहले जो बन के उभरे हैं, मतलब जिस तरह जो आप मतलब क्या कहते हैं, जर्मनी को जब एक वहाँ का चांसलर है ना, जर्मनी को अंधेरे से उजाला में निकाल के आया, हम लोग को राहुल गांधी से वही उम्मीद है कि इंडिया को जो अंधेरा से उजाला में लेके जाएगा. റിപ്പോർട്ടർ ചോദിച്ചത് രാഹുൽ ഗാന്ധിയും ജെൻസിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കോട്ടയിൽ അദ്ദേഹം പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിയിൽ നിന്ന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അതിന് യുവാവ് പറഞ്ഞ മറുപടി, രാഹുൽ ഗാന്ധിയിൽ നിന്ന് വളരെയധികം പ്രതീക്ഷയുണ്ട്. നോക്കൂ, രാഹുൽ ഗാന്ധി ഭാവിയിലെ ഒരു മികച്ച നേതാവാണ്. 10 വർഷം മുമ്പ് അദ്ദേഹം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം വളർന്നു വന്നിരിക്കുന്നത് എങ്ങനെയെന്നാൽ, ജർമ്മനിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു ചാൻസലർ ഇല്ലേ, അതുപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. जेनजीओ की आवाज बन रहे हैं राहुल गांधी। जैन जी, अरे जैन जी तो छोड़िए, बूढ़े से लेके बूढ़ी माता, बच्चे से लेके जवान, तो सबकी आवाज बन रही है, किनकी आवाज नहीं बन रहे हैं. लेकिन ये राहुल गांधी जो है फ्यूचर प्रोस्पेक्टिव से देखा जाए तो वन ऑफ द बेस्ट लीडर इन इंडिया बनेंगे और उम्मीद है बनेंगे. हाँ. റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി ജെൻ സിയുടെ ശബ്ദമായി മാറുന്നുണ്ടോ? യുവാവിന്റെ മറുപടി, ജെൻ സി മാത്രമല്ല, പ്രായമായവർ, അമ്മമാർ, കുട്ടികൾ, യുവാക്കൾ തുടങ്ങി എല്ലാവരുടെയും ശബ്ദമായി മാറുകയാണ് അദ്ദേഹം. ആരുടെ ശബ്ദമാണ് അദ്ദേഹം ആകാത്തത്? ഭാവി മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായിരിക്കും രാഹുൽ ഗാന്ധി. ഉറപ്പായും അദ്ദേഹം അങ്ങനെയാകുമെന്ന് പ്രതീക്ഷയുണ്ട്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഈ യുവാവ് പറഞ്ഞത് എത്ര കൃത്യമാണ്. രാഹുൽ ഗാന്ധിയെ പപ്പു ആക്കാൻ നോക്കിയിട്ട് മോദിയാണ് യഥാർത്ഥ പപ്പു എന്ന് യുവജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭാരത് ജോഡോ യാത്ര നടത്തി അദ്ദേഹം സ്വയം തെളിയിച്ചതാണ്. ജർമ്മനിയെ ഒരു കാലത്ത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച നേതാക്കളെ പോലെ ഇന്ത്യയെ മോദി സർക്കാർ തള്ളിയിട്ട ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയൂ എന്ന് ഈ തലമുറ വിശ്വസിക്കുന്നു. ഇനിയാണ് അടുത്ത പൂരം. മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇവിടെ പരീക്ഷാ പേപ്പറുകൾ ചോരുന്നു, യുവാക്കൾക്ക് ജോലിയില്ല. ചോദിച്ചാൽ പ്രധാനമന്ത്രി ചായ അടിക്കാനും പക്കോട ഉണ്ടാക്കാനും ഉപദേശിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. भाजपा सरकार मुर्दाबाद। इस बार हम एक छात्र होके या न्यू जनरेशन यही चाहते हैं कि राहुल गांधी इस बार नए PM बने। पेपर लीक हो रहे हैं, वो बोल रहा है कि मेलोडी इतनी मेलोडी क्यों है, मतलब कहीं चॉकलेटी क्यों है भाई, वहाँ झालमुरी करके हमारे प्रधान झालमुरी खा रहे हैं जाके. ആ വിദ്യാർത്ഥിനി പറഞ്ഞത് BJP സർക്കാർ മുർദാബാദ്. ഈ തവണ ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിലും പുതിയ തലമുറ എന്ന നിലയിലും ആഗ്രഹിക്കുന്നത്
രാഹുൽ ഗാന്ധി പുതിയ പ്രധാനമന്ത്രിയാകണമെന്നാണ്. ഇവിടെ പേപ്പർ ചോർച്ച ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് മെലോഡി ഇത്ര മെലോഡി ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി छालमुड़ी കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. और दूसरी बात, बच्चों ने जो भी 12th के साथ पढ़ते पढ़ते नीट का पेपर दिया, हम भी एक छात्र हैं, हम MBA कर रहे हैं, परसुइंग हैं, नौकरी नहीं लगी है 10 साल से, ठीक है, लग भी रही तो 10-15 हजार से कुछ होना नहीं है। जो हम एक माता पिता ने जो 50 लाख या 1 करोड़ रुपए जो हम लोगों को बचपन से अभी तक खर्चा किया है CBSE बोर्ड से हम, तो उसके मामले में आप कह रहे हैं कि चाय बेचो, पकौड़ी बेचो, फिर नाली में वो नल लगाओ तो उससे गैस आएगी, तो ये कोई तरीका नहीं है। രണ്ടാമത്തെ കാര്യം 12ാം ക്ലാസ്സിനൊപ്പം നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ കാര്യമാണ്. ഞാനും ഒരു വിദ്യാർത്ഥിനിയാണ്, MBA ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ജോലി ലഭിക്കുന്നില്ല. ഇനി ജോലി കിട്ടിയാൽ തന്നെ 10,000-15,000 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ്? മാതാപിതാക്കൾ കുട്ടിക്കാലം മുതൽ ഇതുവരെ 50 ലക്ഷമോ 1 കോടിയോ രൂപ നമ്മുടെ പഠനത്തിനായി ചിലവാക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ CBSE ബോർഡിൽ നിന്നാണ്. ആ സ്ഥാനത്താണ് മോദി പറയുന്നത് ചായ വിൽക്കൂ, പക്കോട വിൽക്കൂ, അല്ലെങ്കിൽ ഓടയിൽ പൈപ്പ് വെച്ചാൽ അതിൽ നിന്ന് ഗ്യാസ് വരും എന്നൊക്കെ. ഇതൊന്നും ഒരു വഴിയല്ല. भाजपा सरकार मुर्दाबाद। इस बार हम एक छात्र होके या न्यू जनरेशन यही चाहते हैं कि राहुल गांधी इस बार नए PM बने, क्योंकि 70 साल में उन्होंने जो कुछ भी किया है वो आज तक मोदी सरकार 12 साल में एक काम नहीं कर पाई है. BJP സർക്കാർ മുർദാബാദ്. ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിലും ന്യൂ ജനറേഷൻ ആളുകൾ എന്ന നിലയിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം 70 വർഷം കൊണ്ട് കോൺഗ്രസ് എന്തൊക്കെ ചെയ്തോ അതിൽ ഒരു കാര്യം പോലും ചെയ്യാൻ ഈ മോദി സർക്കാരിന് 12 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് മോദിയുടെ തള്ളലുകൾക്ക് ആ പെൺകുട്ടി നൽകിയ മറുപടി കണ്ടോ? ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് വല്ല ഓടയിലെ ഗ്യാസും പിടിച്ച് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയാണോ? രാജ്യത്തെ നീറ്റ് പരീക്ഷാ വിവാദവും ചോദ്യപേപ്പർ ചോർച്ചയും കാരണം യുവാക്കൾ തെരുവിൽ കരയുമ്പോൾ നമ്മുടെ ക്യാമറ ജീവി പ്രധാനമന്ത്രി വിദേശത്ത് പോയി പലഹാരം കഴിക്കാനും റീൽസ് ഉണ്ടാക്കാനുമാണ് സമയം കണ്ടെത്തുന്നത്. 70 വർഷത്തെ കോൺഗ്രസ് ഭരണത്തെ കുറ്റം പറയുന്ന മോദിക്ക് ഈ 12 വർഷം കൊണ്ട് രാജ്യത്തെ യുവാക്കൾക്ക് ഒരു സുരക്ഷിതത്വം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പരസ്യമായി വിളിച്ചു പറയുന്നു. സുഹൃത്തുക്കളെ, മോദിക്ക് ബദലായി മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് അടുത്ത വീഡിയോയിൽ. കോൺഗ്രസ് പാർട്ടിയിൽ അംഗമല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും നിലപാടുകളെയും പിന്തുണയ്ക്കുന്ന ഒരു യുവതിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. सवाल वही है, मोदी नहीं तो फिर कौन? राहुल गांधी। देखो मैं फिर आपको कांग्रेस कह दिया जाएगा। क्यों कांग्रेस? राहुल गांधी और कांग्रेस में यार देखो, राहुल गांधी का सपोर्ट करना, वो एक अच्छे पढ़े लिखे इंसान है, ठीक है ना। मैं कांग्रेस में कोई शामिल नहीं हूँ, बट एक पढ़ा लिखा एजुकेटेड इंसान जिन्होंने आज तक जो जो बातें बोली हैं वो सारी सही साबित हुई हैं। इसीलिए हम राहुल गांधी का, मैं पर्सनली राहुल गांधी का सपोर्ट करती हूँ, और कोई क्या करता है मुझे उससे मतलब नहीं है। आई पर्सनली सपोर्ट राहुल गांधी और मुझे राहुल गांधी पसंद है. റിപ്പോർട്ടർ ചോദിക്കുന്നത് ചോദ്യം അതുതന്നെയാണ്, മോദി അല്ലെങ്കിൽ പിന്നെ ആര്? യുവതി മറുപടി പറയുന്നു, രാഹുൽ ഗാന്ധി. അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങളെ കോൺഗ്രസ്സുകാരി എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. അതിന് ആ കുട്ടി പറഞ്ഞ മറുപടി, എന്തിന് കോൺഗ്രസ് എന്ന് വിളിക്കണം? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ കോൺഗ്രസിൽ അംഗമൊന്നുമല്ല, പക്ഷെ ഇന്നുവരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. ഐ പേഴ്സണലി സപ്പോർട്ട് രാഹുൽ ഗാന്ധി. എനിക്ക് രാഹുൽ ഗാന്ധിയെ ഇഷ്ടമാണ്. ഇതാണ് ഇന്നത്തെ യുവാക്കളുടെ നിലപാട്. രാഷ്ട്രീയത്തിനപ്പുറം ഒരു നേതാവിൻ്റെ യോഗ്യതയും ബുദ്ധിയുമാണ് അവർ നോക്കുന്നത്. രാഹുൽ ഗാന്ധി കോവിഡിനെ കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചും പ്രവചിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് അതേപോലെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. കാരണം അദ്ദേഹം വിവരവും വിദ്യാഭ്യാസവുമുള്ള നേതാവാണ്, അല്ലാതെ ഫേക്ക് ഡിഗ്രി കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ആളല്ല. സുഹൃത്തുക്കളെ, ഈ 3 വീഡിയോകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ നാട്ടിലെ യുവാക്കൾ ജൻസി സംഖ്യകളെ പോലെ വിഡ്ഢികളല്ല. അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയുണ്ട്. അവർ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെയാണ്. കാരണം ഇന്ത്യയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മോദി സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ ഈ യുവതലമുറ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.
ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.